ഓർഗൻസ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ഇത് ഫുൾ ആപ്ലിക് വർക്കിലാണ് സാരി വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിലുള്ള ആപ്ലിക് വർക്ക് ആയിരിക്കും. ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഹാഫ് പോർഷൻ, ചെസ്റ്റ് പോർഷൻ ആൻഡ് പല്ലു ഈ ഒരു സ്റ്റൈലായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത്. വിത്ത് സ്കാലപ്പ് ബോർഡർ ആണ് വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം. നമുക്കൊരു വെഡിങ് പോലുള്ള ഫംഗ്ഷന് ഡ്രീപ്പ് ചെയ്യാം. അതല്ല ചേർച്ച് വെയർ ആയിട്ടും ചേർച്ച് സെറമണീസിലെല്ലാം ഡ്രീപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല ആപ്റ്റ് സാരീസ് ആട്ടോ. ഇതായിരിക്കും ആ ഒരു ആപ്ലിക് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. സ്കാലപ്പിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ഹാഫ് പോർഷനിലായിരിക്കും വരിക. ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. സാരിക്ക് പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് ഡിസൈൻ വരുന്നതും ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ്. ഫുൾ ആപ്ലിക്കോക്കിൽ തന്നെ ആയിരിക്കും സാരി വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ. ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ മാത്രം ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം ആയിരിക്കും. ഈ ഒരു പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരിക. ഫുൾ ആപ്ലിക്കോക്കിൽ തന്നെ ഒരു എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. എലഗനായിട്ട് നമുക്ക് ഡ്രീപ്പ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ സാരീസ് ആണ്. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഹാഫ് പോർഷൻ, മുന്താണി, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി വൈറ്റ് ആണ്, ഓഫ് വൈറ്റ് ആണ് സാരിയുടെ കളർ വരുന്നത്. ഇതിൽ നല്ല പാറ്റേണിൽ കട്ട് വർക്കിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. അവർ എംബ്രോയിഡറി വർക്കും കട്ട് വർക്കിലായിരിക്കും. ബോഡി വരുന്നത് പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക. ഈ ഒരു പാറ്റേണിലാണ് സാരി വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് കട്ട് വർക്കിലായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും കേട്ടോ സാരിയുടെ ബ്ലൗസും വരുന്നത്. മുന്താണി സെയിം സ്റ്റൈൽ ഫുൾ കട്ട് വർക്കിൽ തന്നെ ആയിരിക്കും. സാരിയുടെ പല്ലു വിത്ത് ബ്ലൗസ് സെയിം വർക്കിലായിരിക്കും ബ്ലൗസ്. പേൾ ക്രീം, നല്ലൊരു ഐവറി ക്രീം ഓർഗൻസ സാരിയിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ കട്ട് വർക്കിലാണ് അടുത്ത സാരി വരുന്നത്. അതിന് നമ്മൾ ചെസ്റ്റ് പോർഷൻ നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ചെസ്റ്റ് പോർഷൻ ഫുൾ ആ ഒരു കട്ട് വർക്ക് പാറ്റേൺ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു പോർഷനിലും ഫുൾ കട്ട് വർക്ക് ഡിസൈൻസ് ആയിരിക്കും വരുന്നത്. പ്ലീറ്റ്സിന്റെയും ആ ഒരു മിഡിൽ പോർഷൻ വരുന്നുണ്ടല്ലോ, അവിടെയും സെയിം സ്റ്റൈലിൽ തന്നെയുള്ള വർക്കാണ് ലോവറിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ലോവർ ഏരിയ വരിക. കൂടാതെ മുന്താണി വരുന്നുണ്ട്. മുന്താണിയിലും അതേ സ്റ്റൈലിൽ തന്നെ ഒരു കോർണറിലായിരിക്കും സാരിയുടെ പല്ലുവിൽ വർക്ക് വരുന്നത്. ആ വർക്കിന്റെ ഞാൻ ക്ലോസർ ഷോട്ട് കാണിക്കാം. നല്ലൊരു പേൾ ക്രീമാണ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. അതിൽ ഈ ഒരു സ്റ്റൈലിലാണ് ആ ഒരു കട്ട് വർക്ക് പാറ്റേണിലും വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും നല്ലൊരു ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ഫുൾ കട്ട് വർക്കിലാണ്. ഹണികോം പാറ്റേണിൽ ആ ഒരു പേൾ ക്രീമിൽ തന്നെയുള്ള കട്ട് വർക്കിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ഇതേ വർക്ക് തന്നെ ആയിരിക്കും സാരിയുടെ മുന്താണിയിൽ. ആ ഒരു കോർണറിൽ വരുമ്പം ഈ ഒരു സ്റ്റൈലായിരിക്കും പല്ലുവിൽ വർക്ക്. അത് കൂടാതെ സാരിയുടെ ആ ഒരു ബോഡി വരുന്നത് കംപ്ലീറ്റ് ഒരു സ്കാലപ്പിലായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. സെയിം ടോണിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി പേൾ ക്രീം തന്നെ സാരിയുടെ കളർ വരുന്നത് കേട്ടോ. ഇതൊരു ചന്തേരി ഓർഗൻസ് ആണ്. ചന്തേരിയും ഓർഗൻസയും ഒരു ബ്ലെൻഡഡ് ആണ്. ഫുൾ ബോഡി ആപ്ലിക്കോക്കിൽ തന്നെ വരുന്നത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ തന്നെയാണ്. സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ വരിക. ആ ഒരു പ്ലീറ്റ്സിന്റെ പൊസിഷൻ വരുമ്പം സെയിം അതേ ടോണിൽ തന്നെ പേൾ ക്രീമിൽ തന്നെ ആയിരിക്കും സാരിയിൽ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. ഇത് പ്ലീറ്റ്സിന്റെ ഏരിയ ആണ്. പ്ലീറ്റ്സിന്റെ ഏരിയയിൽ ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്ക് സെയിം ടോണിൽ തന്നെ വരുന്നുണ്ട്. വിത്ത് സ്കാലപ്പിലായിരിക്കും. അത് കഴിഞ്ഞ് ചെസ്റ്റ് പോർഷനും പല്ലു കംപ്ലീറ്റ് ആപ്ലിക്കോക്കിലായിരിക്കും. ഈ ഒരു പാറ്റേണിലാണ് ചെസ്റ്റ് പോർഷനും മുന്താണിയും വരുന്നത്. പ്ലീറ്റ്സ് വരുമ്പം സെൽഫ് കളറിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ഫുൾ സാരി വരിക. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ചെസ്റ്റ് പോർഷനും പല്ലുവും വരുന്നത്. ബ്ലൗസ് വരുന്നത് റണ്ണിങ് പ്ലെയിൻ ബ്ലൗസ്. സെയിം ഫാബ്രിക് ഫുൾ ബോഡി ആപ്ലിക്കോക്കിൽ തന്നെയാണ്. ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെ. ഇതിലും അതേ സ്റ്റൈലിൽ തന്നെ ആ ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ സെയിം ടോണിൽ തന്നെ പേൾ ക്രീമിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് ആയിരിക്കും. ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും ലോവർ ഏരിയ വരിക. ആപ്ലിക്കോക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ചെസ്റ്റ് പോർഷനും മുന്താണിയും വന്നിട്ട് സ്കാലപ്പിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. റണ്ണിങ് ബ്ലൗസ്. പേൾ ക്രീം തന്നെയാണ് സാരിയുടെ കളർ. ഫാബ്രിക് സെയിം തന്നെ. ആ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ബോഡി കംപ്ലീറ്റ് ആണ് ആ ഒരു സെൽഫ് കളറുള്ള എംബ്രോയിഡറി വർക്കിലായിരിക്കും ബോഡി ഫുൾ വരുന്നത്. നല്ലൊരു ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് സെൽഫ് കളറുള്ള എംബ്രോയിഡറി വർക്ക് വരിക. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ആപ്ലിക്കോക്കിലായിരിക്കും. ആപ്ലിക്കോക്കും ആ ഒരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് കേട്ടോ. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആ ഒരു ബോർഡർ വരുന്ന സാരിക്കും. ഫുൾ ആപ്ലിക്കോക്കിൽ സ്കാലപ്പ് ഫിനിഷിലായിരിക്കും വരിക. പ്ലീറ്റ്സും ചെസ്റ്റ് പോർഷനും ഞാൻ ക്ലോസറിൽ കാണിക്കാം. പ്ലീറ്റ്സ് വരുമ്പം ഫ്ലോറൽ ബുട്ടി വർക്കാണ്. ഫ്ലോറൽ ബുട്ടി വർക്ക് വന്നിട്ട് ആ ഒരു ബോർഡർ വരുമ്പം ആപ്ലിക്കോക്കിലായിരിക്കും. നല്ലൊരു ഫ്ലോറൽ ലീഫ് പാറ്റേണിലാണ് പ്ലീറ്റ്സ് വരുന്നത്. അതേ ബോർഡർ തന്നെ ആയിരിക്കും സാരിയിൽ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ആപ്ലിക്കോക്കിന്റെ ബോർഡർ വന്നിട്ട് ബോഡിയിൽ വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ്. ആ ഒരു പേൾ ക്രീമിൽ തന്നെയാണ് അവർ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ചെസ്റ്റ് പോർഷനും പല്ലും എല്ലാം ഈ ഒരു സ്റ്റൈലിൽ വന്നിട്ട്
വിത്ത് ആപ്ലിക് വർക്ക് ബോർഡർ. ഇതേ വർക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പല്ലു. ഇതായിരിക്കും പാറ്റേൺ വരിക. ഫുൾ നമ്മളൊരു ചിക്കൻ കറി, ലക്നൗയി ചിക്കൻ കറിയുടെ ആ ഒരു അതിനോട് സിമിലർ ആയിട്ടുള്ള പാറ്റേണിലാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു വർക്ക് വരുന്നത്. ആപ്ലിക് വർക്കിന്റെ ബോർഡർ വരുന്ന ഈ ഒരു സ്റ്റൈലിലായിരിക്കും വിത്ത് റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസ് എല്ലാ സാരീസിനും പ്ലെയിൻ. ഇതും അതേ സ്റ്റൈലിൽ തന്നെയാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ആ ഒരു ത്രെഡ് എംബ്രോയിഡറി ആണ്. ചിക്കൻ കാരിയോട് സിമിലർ ആയിട്ട് വരുന്ന നല്ല പാറ്റേണിലാണ് ഫുൾ ബോഡിയിലും ആ ഒരു പേൾ ക്രീമിലുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ആ ഒരു ആപ്ലിക് വർക്കിലായിരിക്കും ബോർഡർ വരുന്നത്. സോഫ്റ്റ് പ്യുവർ ചന്തേരിയാണ് സാരീസിന്റെ ഫാബ്രിക് വരുന്നത് കേട്ടോ. ഇതിന്റെയും പ്ലീറ്റ്സ് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും പേൾ ക്രീമിൽ ഈ ഒരു സ്റ്റൈലിൽ വന്നിട്ട് ആപ്ലിക് വർക്ക് ബോർഡർ. ചെസ്റ്റ് പോർഷനും മുന്താണിയും വരുമ്പം ഈ ഒരു സ്റ്റൈലാണ് ഫുൾ വർക്കിലായിരിക്കും. പേൾ ക്രീമിൽ തന്നെയുള്ള ഫുൾ വർക്ക് വന്നിട്ട് ഈ ഒരു പാറ്റേണിലാണ് ആപ്ലിക് വർക്ക് വരിക. എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് സ്കാലപ്പിലായിരിക്കും ഫിനിഷ് ചെയ്യുന്നത്. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ വിത്ത് പ്ലെയിൻ ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആയിരുന്നു ഇന്ന് വന്നത്. എല്ലാം ഒരു പേൾ ക്രീം ഓഫ് വൈറ്റ് ആ ഒരു കളർ തീമിലായിരുന്നു സാരീസ് വന്നത്. ഡിഫറെന്റ് ഫാബ്രിക്കിലായിരുന്നു. ഓർഗൻസ ഫാബ്രിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. പ്യുവർ സോഫ്റ്റ് ചന്തേരിയിലും വരുന്നുണ്ടായിരുന്നു സാരീസ്. ലാസ്റ്റ് സാരിയാണ് പേൾ ക്രീമിൽ തന്നെ സെയിം സ്റ്റൈലിൽ തന്നെ ഫുൾ ബോഡിയിലും സെയിം ടോണിൽ തന്നെയുള്ള ആ ഒരു ത്രെഡ് എംബ്രോയിഡറിയും ആപ്ലിക് വർക്കിലും ആയിരിക്കും സാരി വരുന്നത്. ഇതായിരിക്കും പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പം ഈ ഒരു ത്രെഡ് വുവൺ മോട്ടീസ് വിത്ത് ആപ്ലിക് വർക്ക് ബോർഡർ. ചെസ്റ്റ് പോർഷൻ വരുമ്പോൾ അതിന്റെ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള പാറ്റേണിലായിരിക്കും ചെസ്റ്റ് പോർഷനിൽ ആ ഒരു വർക്ക് വരിക. ആപ്ലിക് വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ലോവർ ബോർഡർ വന്നിട്ട് സ്കാലപ്പിലായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. സോഫ്റ്റ് പ്യുവർ ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഫുൾ സെയിം സ്റ്റൈൽ വിത്ത് പ്ലെയിൻ ബ്ലൗസ്.